भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. നവരാത്രിയുടെ പുണ്യം നിറഞ്ഞ 4-ാമത്തെ ദിവസം അമ്മയെ സ്തുതിച്ചുകൊണ്ട് ഒരു കീർത്തനം ഭക്തിമാലിക എന്ന പുസ്തകത്തിലെ അമ്മേ ദേവി ഭഗവതി എന്ന് തുടങ്ങുന്ന നതോന്നത വൃത്തത്തിലുള്ള ഈ ഗാനം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പൊന്നു ചോറ്റാനിക്കരയിൽ വാഴുമമ്മേ തുണയ്ക്കണേ. പൊന്നു ഗുരുവായൂരപ്പ കഥകൾ പാടാൻ. പൊന്നിലും മണ്ണിലുമെൻ്റെ മനസ്സിനെ തളയ്ക്കാതെ പൊന്നു പാദാരവിന്ദത്തിൽ ഭക്തി നിറയ്ക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ നിന്റെ അനുഗ്രഹം അവിരാമം ലഭിക്കുവാൻ അമ്മേ നാരായണ എന്നു പാടിടട്ടെ ഞാൻ. ഭാഗവത കഥാമൃതം പാനം ചെയ്തു മത്തനായി ഹരിനാമലഹരിയിൽ ആടിടട്ടെ ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ നിന്നെ പൂജ ചെയ്തു വ്രജത്തിലെ ഗോപികമാർ അച്യുതനെ പതിയായി ലഭിച്ചിടുവാൻ. അമ്മേ നിന്റെ വരത്തിനാൽ രാസലീലയാടിയവർ ആത്മതത്വബോധം നേടി വിശുദ്ധകളായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മ
അമ്മേ നിന്നെ വധിക്കുവാൻ കാൽ പീഡിച്ചു കംസരാജൻ, അവനും നീ നൽകിയല്ലോ അച്യുത സ്മൃതി. മരണഭയത്താൽ നിത്യം ഹരിയെ സ്മരിച്ചവനം മാതുലനും ഹരി നൽകി അന്ത്യദർശനം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും മിഥ്യയല്ലോ, നേട്ടമായി ജീവിതത്തിൽ ശ്രീഹരി മാത്രം. ലോകമെല്ലാം അമ്മയായി വാഴുന്നൊരു പുണ്യകീർത്തെ, കോട്ടമില്ല ഹരിഭക്തി വളർത്തിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മയെന്നും ദേവിയെന്നും ലക്ഷ്മിയെന്നും ഭദ്രയെന്നും അടിയങ്ങൾ ഭക്തിപൂർവം വിളിച്ചിടുമ്പോൾ, നാരായണ എന്നുള്ളതാം നാലക്ഷരമതിനൊപ്പം നാവിൽ ചേർത്തു വച്ചിടുന്ന വാണിയും നീയേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, അമ്മേ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 792 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 10ാമത്തെ അധ്യായത്തിൽ 19ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. യതി പ്രാപ്തിം വിഘാതം ച ജാനന്തി സുഖദുഃഖയോ തേപ്യദ്ധാ ന വിദുർയോഗം മൃത്യുർന പ്രഭവേദ്യഥ. സുഖദുഃഖയോ പ്രാപ്തി, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആ പ്രാപ്തി അല്ലെങ്കിൽ സമ്പാദിക്കല്, വിഘാതം ച നശിപ്പിക്കാനുള്ള കാരണവും, യതി ജാനന്തി ചിലർ അറിയുന്നുവെങ്കിൽ, തേപി അവരും, യഥ എങ്ങനെയായാൽ, മൃത്യു അന്തകന്ന പ്രഭവേൽ ആ അന്തകൻ പ്രഭുവായി വരികയില്ലല്ലോ, അദ്ധായോഗം ആ ഉപായത്തെ നവിദു അറിയുന്നില്ല. സുഖം സമ്പാദിക്കാനും ദുഃഖം കളയാനും ഒക്കെയുള്ള മാർഗങ്ങളെ അറിവുള്ളവരാണ് നമ്മൾ എന്നൊക്കെ പറയാറുണ്ട്. ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഭാവമുണ്ട്. പക്ഷേ അതിനെ സമ്മതിക്കാൻ പറ്റില്ല എന്നാണ്. ഇനി അതിനെ സമ്മതിച്ചാൽ തന്നെ മരണം വരാതിരിക്കാനുള്ള ഒരു സാമർഥ്യം ഇവർക്ക് ആർക്കുമില്ല. അത് നമുക്ക് സമ്മതിക്കാതിരിക്കാനും കഴിയില്ല. അപ്പോ മരണമുണ്ടെന്നുള്ള ദുഃഖവും ഭയവും എപ്പോഴും എല്ലാവർക്കുമുണ്ട്. എനിക്ക് മരിക്കാൻ പേടിയില്ല എന്ന് പറയുന്നവർ പോലും ആത്യന്തികമായി ഉള്ളിൻ്റെ ഉള്ളിൽ ആ മരണഭയം ഉള്ളിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചുരുക്കം. കോന്വർത്ഥ സുഖയത്യേനം കാമോ വാ മൃത്യുരന്തികേ ആഘാതം നീയമാനസ്യ വധ്യസ്യേവ ന തുഷ്ടിത. അന്തികേ മൃത്യു
സമീപത്ത് മൃത്യു അന്തകനുള്ളത് കൊണ്ട് ക അർത്ഥ ഏതൊരു പദാർത്ഥമാണ്, കാമ വ അല്ലെങ്കിൽ ഏതൊരു ആഗ്രഹമാണ് ഇവനെ സുഖിപ്പിക്കുക. ഏനം സുഖയതി ആഘാതം വധിക്കാനുള്ള സ്ഥലത്തേക്ക് നീയമാനസ്യ കൊണ്ടുപോകുന്ന വധ്യസ്യ ഇവ വധശിക്ഷ നടപ്പാക്കിയ അത് അനുഭവിക്കാൻ കടപ്പെട്ടവൻ എന്ന പോലെ ന തുഷ്ടിത സന്തോഷപ്രദവുമല്ല എന്ന് ഉറപ്പ്. കാരണം മരണം നേരിടുന്നത് വരെ സുഖമുണ്ടല്ലോ എന്നാണെങ്കിൽ ഒരു നിമിഷം കൂടി സുഖമില്ല. കാരണം മരണശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ കൊണ്ടുപോകുമ്പോൾ വധിക്കാനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ഒരവസ്ഥ വരുമ്പോൾ ഒരു പദാർത്ഥങ്ങളും അവന് എന്തു കൊടുത്താലും അവന് സന്തോഷമാവില്ല. അതുകൊണ്ട് ഭയം തീർന്ന് സുഖമുണ്ടാവില്ല. ഒരു പുലി തന്നെ കണ്ടുകൊണ്ടും താനതിൻ്റെ മുൻഭാഗത്ത് ഇരുന്നു കൊണ്ടും കാലം കഴിക്കണമെന്ന് വെച്ചാൽ ഒരാൾക്ക് സുഖം ഉണ്ടാവും. ഇവിടെ അന്തകനാകുന്ന പുലി എപ്പോൾ വേണമെങ്കിലും നമ്മളെ പിടികൂടാം. അങ്ങനെ നാശത്തെയും നശിപ്പിക്കുന്നവനെയും കുറിച്ച് എല്ലാവർക്കും പേടിയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മരണഭീതിയുണ്ട്. മരണകാല നിശ്ചയം ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ഭയമാണ്. അല്ലെങ്കിൽ ഇന്ന സമയത്തേ മരിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പേടിച്ചാൽ മതി, അതുവരെ ഞാൻ മരിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഇതങ്ങനെയല്ല, എപ്പോഴും ആ മരണത്തിന്റെ വാള് നമ്മുടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കണു. എപ്പോൾ വേണമെങ്കിൽ അത് സംഭവിക്കാം. പ്രഹ്ലാദൻ പറയുന്നത് പോലെ ക്ഷണഭംഗുരമാണ് ജീവിതം, എപ്പോൾ വേണമെങ്കിൽ അത് സംഭവിക്കാം. ശ്രുതം ച ദൃഷ്ടവദ്ദുഷ്ടം സ്പർദ്ധാസൂയാത്യയവ്യയൈ ബഹ്വന്തരായ കാമത്വാൽ കൃഷിവച്ചാപി നിഷ്ഫലം. ശ്രുതം ച കേട്ട ലോകം, ദൃഷ്ടവത് കാണപ്പെട്ട ലോകം പോലെ, സ്പർദ്ധാസൂയാത്യയവ്യയൈ സ്പർദ്ധ അസൂയ അത്യയം വ്യയം എന്നിവ കൊണ്ട് ദുഷ്ടം ദുഷിച്ചതാണ്. ബഹ്വന്തരായ കാമത്വാൽ ആഗ്രഹത്തിന് വിഘ്നങ്ങൾ അനേകം ഉള്ളതുകൊണ്ട് കൃഷിവത് നിഷ്ഫലം കൃഷി എന്നതുപോലെ പ്രയോജനം കുറഞ്ഞതാണ്. എങ്ങനെയാ പറഞ്ഞു തരുന്നത്? യാഗാദി കർമ്മങ്ങൾ നടത്തിയാൽ മരിച്ച ശേഷം സ്വർഗസുഖം അനുഭവിക്കാം. അക്ഷയ്യം ഹവൈ ചാതുർമാസ്യ യാചിന സുകൃതം. ചാതുർമാസ്യം എന്ന പുണ്യയാഗം വേണ്ട പോലെ ചെയ്താൽ അവർക്ക് സുകൃതത്തിന് ക്ഷയമുണ്ടാവില്ല എന്ന് വേദത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ദുഃഖരഹിതമായ സുഖമല്ല എന്ന് പറയാം. ഈ നാശം എന്നുള്ള ദോഷം സ്വർഗത്തിലും ഉണ്ട്. അത് സാധിക്കണമെങ്കിൽ യാഗാദി കർമ്മങ്ങളും ആ യാഗാദി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒരുപാട് വിഘ്നങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. അപ്പൊ ലോകസുഖവും അതിനുള്ള അധ്വാനവും കൃഷി പോലെയാണ്. ശുദ്ധമായ സുഖമല്ല. അധ്വാനിച്ചാൽ ചിലപ്പോൾ കിട്ടും. ഇതേപോലെ അധ്വാനിച്ച് സ്വർഗാദി ലോകങ്ങൾ സമ്പാദിച്ചാലും പ്രയോജനം ഉണ്ടാവില്ല. ഭഗവാൻ ഉദ്ധവനോട് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ അന്തരായേരവിഹതോ യതി ധർമ്മസ്വനുഷ്ഠിത തേനാപി നിർജിതം സ്ഥാനം യഥാ ഗച്ഛതി തക്ഷുഷു. അന്തരായേ വിഘ്നങ്ങളാൽ അവിഹത മുടക്കം വരാതെ ധർമ്മ സുകൃതം സ്വനുഷ്ഠിത നന്നായി നടത്തപ്പെട്ടുവെങ്കിലും തേനാപി അവനും നിർജിതം സ്ഥാനം സമ്പാദിക്കപ്പെട്ട ലോകം യഥാ ഗച്ഛതി എങ്ങനെയാണോ നശിക്കുന്നത് അതിനെ ഇനി കേട്ടോളൂ ഉദ്ധവ എന്നാണ്. ഇപ്പൊ ഈർഷ്യാദി ദോഷങ്ങൾ കാര്യമാക്കണ്ട, മനുഷ്യലോകത്തുള്ളതിനേക്കാൾ സുഖം സ്വർഗത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്വർഗം സുഖസ്ഥാനം തന്നെ എന്ന് പറഞ്ഞാൽ പോലും നാശം അവിടെയുമുണ്ട്. സ്വർഗത്തിലും നാശഭയമുണ്ട്. അങ്ങനെയുള്ള നാശഭയം പരിപൂർണമായി വിട്ടുപോയാൽ മാത്രമേ നിത്യാനന്ദത്തിലേക്ക് അല്ലെങ്കിൽ പരിപൂർണമായ സുഖത്തിലേക്ക് എത്തുള്ളൂ. അപ്പൊ സ്വർഗസുഖവും ശ്ലാഘ്യമാണെന്ന് പറയാൻ സാധിക്കില്ല. ഏതൊരു വിഘ്നവും നേരിടാതെ വിധിപ്രകാരം സമാപ്തി വരുത്തുന്ന യാഗാദി കർമ്മങ്ങളുടെ ഫലമായി കിട്ടുന്ന സ്വർഗാദി ലോകങ്ങളിലും എന്തുണ്ട്? നാശമുണ്ട്. അത് വേണമെങ്കിൽ കേട്ടോളൂ. ഇഷ്ട്വേഹ ദേവതായജ്ഞൈ സ്വർലോകം യാതി യാജ്ഞിക ഭുഞ്ജീത ദേവവത്തത്ര ഭോഗാൻ ദിവ്യാൻ നിജാർജിതാൻ. ഇഹ യജ്ഞൈഹി ഇവിടെ യജ്ഞങ്ങൾ കൊണ്ട് ദേവത ഇഷ്ടുവ ദേവന്മാരെ യജിച്ചിട്ട് യാജ്ഞിക യാഗം ചെയ്യുന്നവൻ സ്വർലോകം യാതി സ്വർഗത്തെ പ്രാപിക്കുന്നു. തത്ര അവിടെ നിർജിതാൻ ദിവ്യാൻ ഭോഗാൻ താൻ സമ്പാദിച്ച ദേവഭോഗങ്ങളെ അല്ലെങ്കിൽ പുണ്യങ്ങളെ ദേവവത് ഭുഞ്ജീത ദേവനെ പോലെ അനുഭവിക്കും. യാഗം ചെയ്യുന്നവൻ ഇന്ദ്രാദി ദേവന്മാരെ യാഗാദി ക്രിയകൾ കൊണ്ട് സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന പുണ്യം അത് സ്വർഗാദി ലോകങ്ങളിൽ എത്താൻ
അയാളെ പ്രാപ്തനാക്കുന്നു. അവിടെ ദേവനെ പോലെ തനിക്കും അവകാശപ്പെട്ട പുണ്യങ്ങൾ അനുഭവിക്കാൻ ഈ യാജ്ഞികന് സാധിക്കും. സുപുണ്യോപചിതേ ശുഭ്രേ വിമാന ഉപഗീയത്തെ ഗന്ധർവൈർവിഹരൻ മധ്യേ ദേവീനാം ഹൃദ്യവേഷധൃക്ക്. ദേവീനാം ദേവസ്ത്രീകളുടെ നടുവിൽ ഹൃദ്യവേഷധൃക്ക് ഏറ്റവും സുന്ദരമായ രൂപം ധരിച്ച് വിഹരൻ വിഹരിക്കുന്നവനായിട്ട് സ്വപുണ്യോപചിതേ തന്റെ പുണ്യം കൊണ്ട് സമ്പാദിക്കപ്പെട്ട ശുഭ്രേ ഏറ്റവും ശോഭയുള്ള വിമാനത്തിൽ ഗന്ധർവൈ ഉപഗീയത്തെ ഗന്ധർവന്മാരാൽ ഉപഗീയത്തെ സമീപത്തിരുന്ന് പാട്ടുപാടുകയും ചെയ്യുന്നു. അപ്പൊ മനോഹരമായിട്ടുള്ള വിമാനത്തിൽ ദേവസ്ത്രീകൾ മോഹിക്കത്തക്ക സുന്ദരവേഷം ധരിച്ചുകൊണ്ട് തന്റെ 4 ഭാഗത്തും ഗന്ധർവന്മാരിൽ നിന്ന് നൃത്തം ചെയ്യും. സ്വർഗത്തിലെത്തിയുള്ള ആ അനുഭവമാണ് പറയുന്നത്. അങ്ങനെ പുണ്യം കൊണ്ട് സ്വർഗലോകം കിട്ടുന്നു. എന്നിട്ടോ സ്ത്രീഭി കാമഗയാനേന കിങ്കിണി ജാലമാലിന ക്രീഡൻ നവേദാത്മപാദം സുരാക്രീഡേഷു നിർവൃത. എന്നിട്ട് പറയാണ്, കിങ്കിണി ജാലമാലിന മണികൾ കൊണ്ട് ശോഭിക്കുന്ന കാമഗയാനേന ഇച്ഛാനുസരണം സഞ്ചരിക്കുന്ന യാനത്തിൽ വിമാനത്തിൽ സ്ത്രീഭി സ്ത്രീകളോടുകൂടി സുരാക്രീഡേഷു ദേവന്മാരുടെ പൂന്തോട്ടങ്ങളിൽ ക്രീഡൻ കളിക്കുകയും നിർവൃത സുഖിക്കുകയും ചെയ്തുകൊണ്ട് ആത്മപാദം നവേദ തനിക്കുണ്ടാകാൻ പോകുന്ന അധപ്പതനത്തെ അറിയുന്നില്ല. വിമാനം മണികൾ കൊണ്ട് അലങ്കരിച്ചും വിചാരിച്ച സ്ഥലത്ത് വിചാരമാത്രയിൽ എത്തുന്നതുമാണ് വിമാനം. അതുകൊണ്ടാണ് കാമകം എന്നതിന് പേര്. ഇപ്പൊ ദേവസ്ത്രീകളോട് ചേർന്ന് പൂന്തോട്ടങ്ങളിലൊക്കെ സഞ്ചരിച്ചും കളിച്ചും രസിച്ചും രമിച്ചും ഇങ്ങനെ ഓരോന്ന് അനുഭവിക്കുന്നു. ആ സുഖത്തിൽ മുങ്ങിയിരിക്കുമ്പോ നമ്മൾ പറയാറില്ലേ, കാലിനടിയിലെ മണ്ണ് ഒഴുകിപ്പോകുന്നത് അറിയണില്ല എന്ന് പറഞ്ഞ പോലെ തന്റെ പുണ്യം ക്ഷയിക്കുന്നതും ഈ സ്വർഗത്തിൽ നിന്ന് അധപ്പതനം നേരിടേണ്ടി വരും എന്നുള്ളത് ഒരാൾ അറിയുന്നില്ല. താവൽ പ്രമോദതേ സ്വർഗേ യാവത് പുണ്യം സമാപ്യത്തെ ക്ഷീണപുണ്യ പതത്യർവാഗനിച്ഛൻ കാലചാലിത. യാവത് പുണ്യം സമാപ്യത്തെ എപ്പോഴാണോ പുണ്യം അവസാനിക്കുന്നത്, താവൽ അതുവരെ സ്വർഗേ പ്രമാദത്തെ സ്വർഗത്തിൽ സന്തോഷിക്കുന്നു. ക്ഷീണപുണ്യ പുണ്യം ക്ഷയിച്ചാലോ അനിച്ഛൻ അഭി ആഗ്രഹമില്ലെങ്കിൽ പോലും കാലചാലിത കാലം കൊണ്ട് ചലിക്കപ്പെട്ടവനായി അർവാക് പദ്ധതി താഴേക്ക് തന്നെ വീഴുന്നു, അധപ്പതനുണ്ടാവുന്നു. അപ്പൊ പുണ്യകർമ്മത്തിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുണ്യം ക്ഷയിക്കും. കാരണം പിന്നെ പുണ്യം ചെയ്യാനുള്ള പ്രവൃത്തികളൊന്നും ചെയ്യണില്ല. അവിടെ ഈ സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കൽ മാത്രമേ ഉള്ളൂ, ഈശ്വര ഭജനില്ല. അങ്ങനെ വരുമ്പോ തിരിയിൽ തീയ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എണ്ണ കുറഞ്ഞു വരുന്നത് പോലെ അത് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. പക്ഷെ ആ എണ്ണ തീർന്നാൽ അവിടെ വിളക്ക് കെടും. ഇതേപോലെ പുണ്യം എപ്പോഴാണോ ക്ഷയിക്കുന്നത് അപ്പോ ഈ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വരും. ആ സ്വർഗത്തിൽ താമസിക്കാനുള്ള നമ്മുടെ അധികാരമാണ് പുണ്യമായിട്ട് നിൽക്കുന്നത്. ആ പുണ്യം തീർന്നു കഴിഞ്ഞാൽ അധികാരമില്ലാതെയായാൽ പിന്നെ ആ നിയന്താവായ കാലം അവിടെ പിടിച്ചു നിർത്തില്ല, നമ്മളെ അവിടുന്ന് പറഞ്ഞയക്കും. ഇനി നമുക്കതിന് പോരാൻ താല്പര്യമില്ല എങ്കിൽ പോലും അവിടെ തിരിച്ചു പോരേണ്ടി വരും എന്ന് പറയുന്നു, അധപ്പതിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോ മുകളിൽ നിന്ന് താഴേക്ക് തന്നെ വീഴുന്നു. ഇങ്ങനെ സ്വർഗലോകത്തിൽ നിന്ന് താഴേക്ക് പതിക്കേണ്ടി വരുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗസുഖവും നാശം വരുന്നതാണ്, നാശത്തിന്റെ ഭീതി ഉണ്ടാക്കുന്നതാണ്. സ്വർഗസുഖത്തിൽ രമിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് കാണിക്കുന്നു. യദ്യധർമ്മരതസംഗാദസതാം വാജിതേന്ദ്രിയ കാമാത്മാ കൃപണോ ലുബ്ധ സ്ത്രൈണോ ഭൂതവിഹിംസക. അസതാം സംഗാൽ ദുഷ്ടന്മാരുമായിട്ടുള്ള ചേർച്ച. അതുകൊണ്ട് അജിതേന്ദ്രിയ കാമാത്മാ ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ കാമത്തെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്വഭാവത്തോടുകൂടി അധർമ്മരത അധർമ്മത്തിൽ താല്പര്യമുള്ളവനും കൃപണഃ ദുഃഖിയും ലുബ്ധ ആശയ്ക്ക് കീഴടങ്ങിയവനും സ്ത്രൈണഃ സ്ത്രീജിതനും ഭൂതവിഹിംസക പ്രാണികളെ പീഡിപ്പിക്കുന്നവനും യതി അങ്ങനെ ആയി തീരുന്നുവെങ്കിൽ അവരുടെ സ്ഥിതി വലിയ കഷ്ടമാണെന്നാണ്.
യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കുള്ള ഫലം പറഞ്ഞിട്ട് ഇനി നിഷിദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവര് അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ദുർജനങ്ങളോട് ചേരുക, അതേ തുടർന്ന് അധർമ്മം പ്രവർത്തിക്കുക, അതിൽ താല്പര്യം ഉണ്ടാവുക, ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ സുഖങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് സ്ത്രീകളുടെ പിന്നാലെ പോവുക. അപ്പൊ സ്ത്രീ സുഖത്തിൽ വളരെ ആസക്തിയുള്ളവരായിട്ട് തീരുക. ഇത് പുരുഷന്റെ ഒരു കണ്ണിലൂടെ നോക്കണു, അതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്നത്. മറിച്ച് സ്ത്രീകളുടെ കണ്ണിൽ നോക്കിയാൽ പുരുഷന്മാരും അല്ലെങ്കിൽ സ്ത്രീകളെ പുരുഷന്മാരെ കാമിക്കുന്നതും ആസക്തി ഉണ്ടാവുന്നതും ആഗ്രഹ നിവർത്തിക്കായി മറ്റുള്ളവയെ ഉപദ്രവിക്കുന്നതും ഒക്കെ തന്നെ വലിയ കഷ്ടമാണ്. അവരുടെ ജീവിതം ദുഃഖപൂർണമായി തീരും എന്ന് ഭഗവാൻ പറയുന്നു. പശൂന വിധിനാലഭ്യ പ്രേതഭൂതഗണാൻ യജൻ നരകാനവശോ ജന്തുർഗത്വാ യാത്യുൽബണം തമ. പശൂൻ അവിധിന ആലഭ്യ, മൃഗങ്ങളെ വിധിപ്രകാരമല്ലാതെ ഹിംസിച്ചിട്ട്, ആലഭ്യ പ്രേതഭൂതഗണാൻ, പ്രേതഭൂതഗണങ്ങളെ യജൻ യജിക്കുന്നവൻ അല്ലെങ്കിൽ പൂജിക്കുന്നവനായി, അവശഃ അസ്വതന്ത്രനായ ജന്തു പ്രാണി, നരകാൻ ഗത്വ നരകങ്ങളൊക്കെ പ്രാപിച്ചിട്ട്, ഉൽബണം തമ യാതി ഏറ്റവും ഘോരമായ അന്ധകാരത്തിലേക്ക് എത്തിച്ചേരുന്നു. ക്രമമില്ലാതെ വിധിയില്ലാതെ തൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രം മൃഗങ്ങളെ കൊന്നു തള്ളുന്ന യാഗാദി കർമ്മങ്ങളുടെ പേര് പറഞ്ഞ് ചെയ്യുന്ന ആളുകൾ, ഭൂതപ്രേതാദികളെ പൂജിക്കുന്നവർ, അവർക്ക് ആ പാപങ്ങൾ അവരെ കീഴടക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ പാപകർമ്മങ്ങൾക്ക് കീഴടങ്ങി അതികഠിനമായ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ ആ ദുഃഖം അനുഭവിക്കാൻ അവരൊക്കെ നരകത്തിൽ ചെന്ന് വീഴുന്നു. പിന്നെ പല വേഷങ്ങൾ കെട്ടിയാടേണ്ടി വരുന്നു. പ്രാരബ്ധത്തിനനുസരിച്ച് വൃക്ഷലതാദികളായും പക്ഷിമൃഗാദികളായും സ്ഥാവരാദി വർഗത്തിലൊക്കെ ജനിച്ച് അവിടെ മഹാമൂഢത്വത്തിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഇവിടെ കർമാണി ദുഃഖോദർക്കാണി കുറുവൻ ദേഹേന തൈപുന ദേഹമാഭജത്തെ തത്ര കിം സുഖം മർത്യധർമ്മിണ. ദേഹേന ദുഃഖോദർക്കാണി, ശരീരം കൊണ്ട് മേൽക്കുമേൽ ദുഃഖങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന കർമ്മങ്ങളെ ചെയ്ത്, തൈ ആ കർമ്മങ്ങളാൽ പിന്നെയും ശരീരത്തെ ആഭജത്തെ സ്വീകരിക്കുന്നു. മർത്യധർമ്മിണ മരിക്കുന്ന സ്വഭാവമുള്ളവന് തത്ര കിം സുഖം. മർത്യൻ എന്ന് പറഞ്ഞാൽ മരിക്കും എന്ന് ഉറപ്പുള്ളവൻ. അപ്പൊ ഇങ്ങനെ ഉപരി മുകളിലേക്ക് ദുഃഖത്തെ നൽകുന്ന കർമ്മങ്ങൾ പിന്നെയും ഈ ബുദ്ധിയില്ലാത്തവരെ മൂഢന്മാരെ വിഡ്ഢികൾ ചെയ്യും. വീണ്ടും മരിക്കും, വീണ്ടും ജനിക്കും. എന്നാൽ ജനിക്കുമ്പോൾ ഭഗവത് ഭജനം ചെയ്യോ? അത് ചെയ്യില്ല. ഇങ്ങനെ ജനിച്ചു മരിക്കുന്നവന് എന്ത് സുഖമാണുള്ളത്? പുനരപി ജനനം പുനരപി മരണം, അത്രയേ ഉള്ളൂ. ലോകാനാം ലോകപാലാനാം മദ്ഭയം കൽപ്പജീവിനാം ബ്രഹ്മണോപി ഭയം മത്തോ ദ്വിപരാർത്ഥപരായുഷ. ഇങ്ങനെ സകല ലോകങ്ങൾക്കും നാശമുണ്ട് എന്നാണ്. അവർക്കൊക്കെ എന്നിൽ ഭയവുമുണ്ട്. കൽപ്പജീവിനാം ലോകാനാം, കൽപ്പകാലം വരെ നീണ്ടു നിൽക്കുന്ന ലോകങ്ങൾക്കും ലോകപാലന്മാർക്കും എന്നിൽ നിന്ന് ഭയമുണ്ട്. മദ്ഭയം ദ്വിപരാർത്ഥപരായുഷ, രണ്ടു പരാർത്ഥമാകുന്ന പരമായുസ്സോടു കൂടിയ ബ്രഹ്മണ അപി, ബ്രഹ്മാവിനും പോലും മത്തഹ ഭയം, എന്നിൽ നിന്ന് ഭയമുണ്ട്. എല്ലാവർക്കും മരണഭയമുണ്ട് എന്ന് പറയുകയാണ്. കൽപ്പകാലം വരെ മാത്രമേ ഈ ലോകപാലന്മാർക്കും ലോകങ്ങൾക്കോ നിലനിൽപ്പുള്ളൂ. രണ്ടു പരാർത്ഥം കഴിഞ്ഞാൽ ബ്രഹ്മാവിന് നാശമുണ്ട്. അപ്പൊ ദ്വിപരാർത്ഥം സംഖ്യാനിർണയം ചെയ്യാൻ പോലും സാധിക്കാത്ത വലിയൊരു സംഖ്യയാണ്. അങ്ങനെ ആ കാലസ്വരൂപനെ അപേക്ഷിച്ച് ഇത് വളരെ ചെറുതുമാണ്. ഇങ്ങനെ എത്ര പരാർത്ഥങ്ങൾ കാലാത്മാവിൽ കിടക്കുന്നു. ബ്രഹ്മാവിനുള്ള ആയുസ് വലുതാണെന്ന് നമുക്ക് തോന്നും. കാരണം നമ്മുടെ വയസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആയുസ് കേവലം 100 വർഷമോ 120 വർഷമോ ആണ്. പക്ഷേ ബ്രഹ്മാവിനുള്ള ആയുസ് ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ചെറുതാണ്. കാലത്തിന്റെ ദൈർഘ്യവും ചുരുക്കവും കൊണ്ട് നാശഭീതിക്ക് വ്യത്യാസമില്ല. അപ്പൊ അതുകൊണ്ട് പ്രവൃത്തിമാർഗം ദുഃഖസ്ഥാനം ആണ് എന്ന് പറയുകയാണ്. എല്ലാവർക്കും നാശമുണ്ട്, ബ്രഹ്മാവിന് പോലും. പുൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെ സകലതിനും നാശമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് കാലസ്വരൂപനായ ഭഗവാനെ പേടിയുമുണ്ട്, ഭയമുണ്ട്. ഗുണാസൃജന്തി കർമാണി ഗുണോനുസൃജതേ ഗുണാൻ ജീവസ്തു ഗുണസംയുക്തോ
ഭുങ്ക്തേ കർമ്മഫലാന്യസൗ. ഗുണാഹ ഇന്ദ്രിയങ്ങൾ കർമാണി സൃജന്തി കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നു. ഗുണഃ സത്വാദി ഗുണം ഗുണാൻ ഇന്ദ്രിയങ്ങളെ അനുസൃജത്തെ പ്രേരിപ്പിക്കുന്നു. അസൗ ജീവഹാതു ഈ ജീവനോ ഗുണസംയുക്ത ഇന്ദ്രിയങ്ങളിൽ അഭിമാനമുള്ളവരായിട്ട് കർമ്മഫലങ്ങളെ ഭുങ്ക്തെ അനുഭവിക്കുന്നു. അപ്പൊ പ്രവൃത്തി മാർഗം അനർത്ഥത്തിന് കാരണമാണ്. അപ്പൊ വിരക്തിയോടുകൂടി ഈശ്വരനെ ഭജിക്കുന്നതാണ് ഉത്തമം. ബ്രഹ്മാദികൾക്കും നിയന്താവായി ഈശ്വരനുണ്ട് അല്ലേ? അപ്പോ ഈശ്വരനില്ലെന്നും പ്രവൃത്തി മാർഗം നല്ലതാണെന്നും പറയുന്ന മീമാംസകന്മാരെ ഭഗവാൻ ആ മതത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് പറയുന്നത്. കർത്തൃത്വം ഭോക്തൃത്വം എന്ന അവസ്ഥ സ്ഥിരമാണ്, ഭ്രമമല്ല എന്ന് പറഞ്ഞതിനെ ഭഗവാൻ ഇപ്പൊ ഖണ്ഡിക്കുന്നു. കർത്താവായും ഭോക്താവായും ഇരിക്കുന്നത് ആത്മാവല്ല. എന്തുകൊണ്ടാ? സത്വാധികാരികളായി ഇന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യണു, ആത്മാവല്ല ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് പ്രവർത്തകത്വം നിമിത്തം ആത്മാവ് തന്നെ കർത്താവ് എന്നും വിചാരിക്കേണ്ട. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്നതും ആത്മാവല്ല, സത്വാദി ഗുണങ്ങളാണ്. അതുകൊണ്ട് കർത്തൃത്വം ആത്മാവിനില്ല. ഇന്ദ്രിയങ്ങളെ താനെന്ന് അഭിമാനിച്ചതിനാൽ ഭോക്തൃത്വവും ഔപാധികമാണ്. ഉപാധിയെക്കുറിച്ചുള്ള അഭിമാനനാശത്തിൽ ഭോക്തൃത്വവും ഇല്ലാതെയായിട്ട് തീർന്നു. അപ്പൊ യാവത്സ്യാൽ ഗുണവൈഷമ്യം താവൻ നാനാത്വമാത്മന നാനാത്വമാത്മനോ യാവത് പാരതന്ത്ര്യം തദൈവഹി. യാവത് ഗുണവൈഷമ്യം സാൽ ഏതുവരെ ഗുണങ്ങൾക്ക് വിഷമഭാവമുണ്ടോ താവൽ അതുവരെ ആത്മനഹ നാനാത്വം ആത്മാവിന് ആ നാനാത്വം അല്ലെങ്കിൽ അനേകത്വം ഉണ്ട്. നാനാത്വം യാവത്ത് എപ്പോഴാണോ നാനാത്വമുള്ളത് അതുവരെ ആത്മാവിന് പാരതന്ത്ര്യം പാരതന്ത്ര്യം സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടി വരും. ആത്മാവ് ഒന്നല്ല അനേകമുണ്ടെന്ന് പറഞ്ഞതും ശരിയല്ല. അനേകമുണ്ടെന്ന് തോന്നുന്നതും ഉപാധി കൊണ്ടാണ്, ഔപാധികമാണ്. പരമാർത്ഥത്തിൽ ഒരേ ഒരു ആത്മാവേ ഉള്ളൂ. സത്വാദി ഗുണങ്ങളുടെ വൈഷമ്യം കൊണ്ടാണ് ഉപാധികൾ അനേകമായി തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ ആത്മാവ് അനേകമാണ് തോന്നും. എത്ര കാലം ഈ നാനാത്വം നമ്മളിൽ നിലനിൽക്കുമോ അത്രയും കാലം നമ്മൾ അസ്വതന്ത്രരാണ് എന്ന് ഭഗവാൻ ഉദ്ധവന് ഉപദേശിക്കുന്നു. യാവദസ്യാസ്വതന്ത്രത്വം താവതീശ്വരതോ ഭയം യാ ഏതൽ സമുപാസിംരംസ്തേ മുഹ്യന്തി ശുചാർപ്പിതാം. യാ ഏതൽ സമുപാസിരംസ്തേ മുഹ്യന്തി ശുചാർപ്പിത. അസ്യ യാവൽ ഇവൻ എത്ര കാലം അസ്വതന്ത്രത്വം സ്വാതന്ത്ര്യമില്ലായ്മയുണ്ടോ താവൽ അത്രയും കാലം ഈശ്വരത ഈശ്വരനിൽ നിന്ന് പേടിയുണ്ട്. ഏതൊരാൾക്ക് ഈ ലോകത്തെ സമുപാസീരൻ സേവിക്കുമോ, ഏതൊരാളാണോ ഈ ലോകത്തെ സേവിക്കുന്നത് അവർ ശുച അർപ്പിത മുഹ്യന്തി ദുഃഖം കൊണ്ട് വ്യാപിക്കപ്പെട്ട് അവര് മോഹിച്ചു പോണു. എത്ര കാലം അസ്വാതന്ത്ര്യമുണ്ടോ അത്രയും കാലം ഈശ്വരനെ ഭയം ഉണ്ടാവും. അതുകൊണ്ട് ഗുണപരിണാമങ്ങളായിരിക്കുന്ന ദേഹാദികളെയും പുത്രകളത്രാദികളെയും ഒക്കെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഹന്തയും മമതയും വെച്ച് സേവിച്ചു കഴിഞ്ഞാൽ അവന് ദുഃഖം കഴിഞ്ഞാൽ പിന്നെയും ദുഃഖം തന്നെ കിട്ടുള്ളൂ. ഒരിക്കലും അതിൽ നിന്ന് മോചനമുണ്ടാവില്ല, അസ്വതന്ത്രനായിട്ടിരിക്കും. കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മ ഏവച ഇതിമാം ബഹുധാ പ്രാഹുർഗുണവ്യതികരേ സതി. ഗുണവ്യതികരേ സതി ഗുണസമ്മേളനം ഉണ്ടാകുമ്പോ കാലം ആത്മാ ആഗമഃ ലോകഃ സ്വഭാവഃ ധർമ്മ. ആത്മാവ്, വേദം, ലോകം, സ്വഭാവം, ധർമ്മം എന്നിങ്ങനെ മാം ബഹുധാ പ്രാഹു എന്നെ പലതായിട്ട് പറയുന്നു. ഈ ലോകം അനിത്യമെന്ന് മാത്രമല്ല മായാമയവും കൂടിയാണ് ഈ ലോകം. അങ്ങനെ ഈ മനുഷ്യൻ ഇന്നവിധം പരിണമിക്കാൻ കാരണമായ സ്വഭാവമെന്നും ദേവനെന്നും എല്ലാത്തിനും കാരണമായ കാലമെന്നും സർവാധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവെന്നും പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാൻ വഴികൾ ഉപദേശിക്കുന്ന ആഗമം എന്നും വേദമെന്നും സുഖഹേതുവായ ധർമ്മമെന്നും ഒക്കെ പറയുന്നത് എന്നെ തന്നെയാണ്. പല രൂപത്തിൽ എന്നെ പറയുന്നു. കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മ ഏവച അങ്ങനെ പറയുകയാണ്. അപ്പൊ ഗുണങ്ങളുടെ സമ്മേളനം കൊണ്ട് സംഭവിക്കുന്ന വൈഷമ്യത്താൽ ഈ സ്വഭാവാദികൾ എന്നിൽ നിന്ന് ഭിന്നമായിട്ടുണ്ട് എന്ന് തോന്നുന്നതല്ലാതെ വാസ്തവത്തിൽ ഇല്ല. കാലാദികളൊക്കെയും ഞാനാണ്. അപ്പൊ ജീവൻ എപ്പോഴും എന്നിൽ നിന്ന് തന്നെ ഭയം അനുഭവിക്കേണ്ടി വരും ഭഗവാൻ പറയുന്നു. ഉദ്ധവന്റെ ചോദ്യമാണ് ഇനിയുള്ള 3 ശ്ലോകങ്ങൾ.
ഉദ്ധവൻ പറയുന്നു, ഗുണേഷു വർത്തമാനോപി ദേഹജേഷ്വനപാവൃത ഗുണൈർന ബധ്യത്തെ ദേഹി ബധ്യത്തെ വാ കഥം വിഭോ. ഗുണേഷു വർത്തമാനഃ അപി ഗുണങ്ങളിൽ ഇരിക്കുന്നവനാണെങ്കിലും ദേഹി ജീവൻ ദേഹജേഷു കഥം ന ബധ്യത്തെ ദേഹജന്യങ്ങളായ കർമ്മങ്ങളിൽ എങ്ങനെ ബന്ധിക്കപ്പെടാതിരിക്കും. അനപാവൃതായതി മറയ്ക്കപ്പെടാത്തവതാണെങ്കിൽ ഗുണൈ കഥം വാ ബധ്യത്തെ ഗുണങ്ങളാൽ ആദ്യം എങ്ങനെ ബന്ധിക്കപ്പെടും. ഇതൊക്കെ സംശയമാണ്. ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രവൃത്തി മാർഗമല്ല നിവൃത്തി മാർഗമാണ് നല്ലത് എന്ന് മനസ്സിലായി. ബന്ധമുണ്ടായതുകൊണ്ടല്ലേ നിവൃത്തിക്ക് അന്വേഷിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ബന്ധമുണ്ടായ സംഗതിയെക്കുറിച്ച് ചോദിക്കുകയാണ്. എങ്ങനെയാണത്? ഗുണകാര്യങ്ങളായ ദേഹാദികളിൽ വസിക്കുകയും സുഖദുഃഖാദികളിൽ ആത്മാവിന് ബന്ധമില്ലാതിരിക്കുകയും ചെയ്യണത് എങ്ങനെയാണ്? കർമ്മങ്ങൾക്ക് ആത്മാവിനെ ബന്ധിക്കാൻ ശക്തിയില്ലെങ്കിൽ എങ്ങനെയാണ് ജീവന് ബന്ധമുണ്ടാകുന്നത്? ആ ബന്ധമുണ്ടായത് കൊണ്ടാണല്ലോ നിവൃത്തിധർമ്മത്തിന് ശ്രമിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഗുണങ്ങൾ ഉള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴാണോ മുക്തി ഉണ്ടാവുക? ഗുണങ്ങൾ ഇല്ലാത്തപ്പോൾ ജ്ഞാനസാധനമില്ല, അതുകൊണ്ട് മുക്തി ഉണ്ടാവില്ല. ഗുണങ്ങൾ ഉള്ളപ്പോഴാണെങ്കിൽ ഗുണകാര്യമായ ദേഹാദികളും കർമ്മങ്ങളുണ്ട്, അപ്പൊ ബന്ധമുണ്ട്, അപ്പോഴും മുക്തിയില്ല. അപ്പൊ ബന്ധമുണ്ടാകുന്നതും നശിക്കുന്നതും ഏത് അവസ്ഥയിലാണ്? കഥം വർത്തേത വിഹരേൽ കൈർവാ ജ്ഞായേത ലക്ഷണൈ കിം ഭുഞ്ചീതോത വിസൃജേൽ ശയീതാസീത യാതിവ. കഥം വർത്തേത എങ്ങനെ വ്യാപരിക്കും, വിഹരേൽ ക്രീഡിക്കും, കൈലക്ഷണൈവ എന്ത് ലക്ഷണങ്ങളെ കൊണ്ട്, ജ്ഞായേത അറിയപ്പെടും, കിം ഭുഞ്ചീത എങ്ങനെ ഭുജിക്കും, ഉത വിസൃജൽ അല്ലെങ്കിൽ വിസർജിക്കും, ശയീത എങ്ങനെ കിടക്കും, ആസീത എങ്ങനെ ഇരിക്കും, യാതിവ എങ്ങനെ സഞ്ചരിക്കും. ബന്ധനത്തിൽ ഇരിക്കുന്നവനും അതിൽ നിന്ന് വിട്ടവനും തമ്മിലുള്ള അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവർ എങ്ങനെയാണ് വ്യാപരിക്കുക? എങ്ങനെയാണ് അവർ വിനോദിക്കുക? എന്ത് ലക്ഷണങ്ങൾ കൊണ്ട് ഈ ബദ്ധനെയും മുക്തനെയും തിരിച്ചറിയാൻ സാധിക്കും? അവരുടെ ഇരിപ്പ്, നടപ്പ്, കിടപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ബദ്ധനും മുക്തനും തമ്മിൽ എന്താണ് ഭേദം ഉള്ളത്? ഏതദച്യുതമേ ബ്രൂഹി പ്രശ്നം പ്രശ്നവിദാം വരാ നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേതി മേ ഭ്രമ. എൻ്റെ ഭ്രമം, എൻ്റെ ആ മോഹം എന്ന് പറയുന്നത് എന്താ അറിയോ? അച്യുത, ച്യുതിയില്ലാത്തവനെ, നാശരഹിതനായിരിക്കുന്ന ഭഗവാനെ, പ്രശ്നവിദാം വര ഉത്തരം പറയുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഏകേവ ഒരേ ഒരുവൻ തന്നെ അവിടുന്ന്, നിത്യമുക്ത എന്നും മുക്തനും നിത്യബദ്ധ എന്നും ബന്ധനത്തിലിരിക്കുന്നവനും ആണ് എന്ന് കാണുന്നതിൽ എനിക്ക് എനിക്ക് ഭ്രമമുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു തരണേ എന്ന് പറയുകയാണ് ഉദ്ധവൻ. ഇവിടെ ബന്ധനത്തിലിരിക്കുന്നതും മുക്തനായിരിക്കുന്നതും ഒരാത്മാവ് തന്നെ, അത് എനിക്ക് വല്ലാത്ത ഭ്രമമുണ്ടാക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഉത്തരം പറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായ സർവജ്ഞനായിരിക്കുന്ന ഭഗവാനെ, അവിടുന്ന് തന്നെ ഇതിന് മറുപടി പറയണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഏകാദശ സ്കന്ധത്തിലെ 10ാമത്തെ അധ്യായം സംസാരപ്രകാര നിരൂപണം എന്ന ഭാഗം സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് ബദ്ധനും മുക്തനും ആരാണ് എന്നുള്ള രീതിയിൽ ഭഗവാന്റെ മറുപടിയോടുകൂടി ആരംഭിക്കാം. 11ാമത്തെ അധ്യായം 11ാമത്തെ സ്കന്ധം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷ
സാക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമല മഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം
യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.